ഹലോ. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് തുർക്കിയുടെ വിനോദസഞ്ചാര തലസ്ഥാനമായ അന്താലിയയിലേക്കാണ്. വളരെയേറെ പ്രത്യേകതകളുള്ള ഒരു പുരാതന നഗരമാണ് അന്താലിയ. വലിയ ബോട്ടുകളും കപ്പലുകളും നിറഞ്ഞ പുരാതന തുറമുഖം ഇവിടെയുണ്ട്. വലിയ ഹോട്ടലുകളാൽ ചുറ്റപ്പെട്ട ബീച്ചുകളും മനോഹരമായ കടൽ തീരങ്ങളും കണ്ണാടി പോലെ തിളങ്ങുന്ന നീലക്കടലും വിശാലമായ ഷോപ്പിംഗ് കേന്ദ്രങ്ങളും അന്താലിയയുടെ മാത്രം പ്രത്യേകതകളാണ്. ഇസ്താംബുളിൽ നിന്നും 1 മണിക്കൂർ വിമാനയാത്ര ചെയ്താൽ അന്താലിയയിലെത്താം. അന്താലിയയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന റിപ്പബ്ലിക് സ്ക്വയർ വിനോദസഞ്ചാരികളെയും പ്രാദേശിക സന്ദർശകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു മേഖലയാണ്. പഴയ പട്ടണമായ കലൈസിയിലെ റോമൻ തുറമുഖം അതിൻ്റെ ആകർഷണീയത വർദ്ധിപ്പിക്കുന്നു. തുർക്കി റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനും ആദ്യ പ്രസിഡന്റുമായ മുസ്തഫ കമാൽ അത്താതുർക്കിന്റെ പ്രതിമ ഇവിടെയുള്ളതിനാൽ ആദരപൂർവ്വം എല്ലാ ദിവസവും ധാരാളം പുഷ്പങ്ങൾ ഇവിടെ അർപ്പിക്കപ്പെടുന്നു. റിപ്പബ്ലിക് സ്ക്വയർ ഒരു ചരിത്ര സ്ഥലമാണ്. നഗരത്തിന്റെ സാംസ്കാരിക സമ്പന്നത വിളിച്ചറിയിക്കുന്ന നിരവധി ആഘോഷങ്ങളും ഉത്സവങ്ങളും ഇവിടെ നടത്തപ്പെടുന്നു. റിപ്പബ്ലിക് സ്ക്വയറിൽ നിന്നും താഴെ ഇറങ്ങിയാൽ പുരാതന റോമൻ തുറമുഖമായി. അങ്ങോട്ടുള്ള വഴികളിൽ ധാരാളം റെസ്റ്റോറൻറ്റുകൾ കാണാൻ സാധിക്കും. അതിരാവിലെ തന്നെ നല്ല ഒരു ജനക്കൂട്ടം അവിടെയുണ്ട്. അതുമാത്രമല്ല, അവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങകലെ തുറമുഖവും കടലും കടലിൽ കൂടെ പോകുന്ന കപ്പലുകളും മാത്രമല്ല അങ്ങ് ദൂരെ ഉയർന്നു നിൽക്കുന്ന മലനിരകളും കാണാൻ സാധിക്കും. ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ ആണ് കിട്ടുന്നത്. ഫോട്ടോഗ്രാഫേഴ്സിന് നല്ലൊരു സ്ഥലമാണ് ഈ സ്ഥലം. അങ്ങകലെ ഒരു ലിഫ്റ്റ് കാണാം. അത് തുറമുഖത്തേക്കുള്ള ലിഫ്റ്റാണ്. നടന്നിറങ്ങി സമയം കളയാതെ അല്ലെങ്കിൽ കുന്നുകയറി സമയം കളയാതെ ലിഫ്റ്റിലൂടെ വളരെ വേഗത്തിൽ നമുക്ക് താഴേക്ക് എത്താവുന്നതാണ്. റിപ്പബ്ലിക് സ്ക്വയറിന്റെ ഒരു ഭാഗത്ത് വിശാലമായ ഷോപ്പിംഗ് സെന്റേഴ്സ് ആണ്. അങ്ങോട്ട് നടന്നു നീങ്ങുന്നതിനിടയിൽ ഒരു ട്രാം എന്നെ പാസ് ചെയ്തു പോയി. അതും കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയപ്പോൾ ആദ്യം കണ്ടത് ഒരു പരമ്പരാഗത ടർക്കിഷ് ഐസ്ക്രീം വെൻഡറെയാണ്. നമുക്ക് അറിയാം, വളരെയേറെ തമാശക്കാരനായ ഈ ഐസ്ക്രീം വെൻഡർ ആളുകളെ കബളിപ്പിച്ച് ലാസ്റ്റ് ഐസ്ക്രീം കയ്യിൽ വെച്ച് കൊടുക്കും. എന്നെ കണ്ടതും അയാൾ ഹിന്ദിയിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. ആവോ ബായി ഐസ്ക്രീം കാവോ കലോറി നഹിയേ എന്നൊക്കെ. ഒരു ടൂറിസ്റ്റ് സംഘത്തെ അവിടെ വെച്ച് കണ്ടു. അവരുടെ പിന്നാലെ കൂടി. കാരണം അവർ കുറെ സ്ഥലങ്ങൾ കാണാൻ പോകുമായിരിക്കുമല്ലോ. ഇടുങ്ങിയ ഒരു വഴിയിലൂടെ അവർ നടന്നു നീങ്ങി. 2 സൈഡിലും ധാരാളം ഷോപ്പുകൾ, മാഗ്നറ്റുകൾ, ബാഗുകൾ, എന്തെല്ലാം സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നു. ടർക്കിയിലെ പ്രസിദ്ധമായ ബക്ലാവ എല്ലാ കടകളുടെ മുമ്പിലും കാണാം. അവർ മുന്നോട്ട് നടന്നു നീങ്ങി ചെന്നെത്തിയത് ഒരു പ്രധാനമായ ഷോപ്പിംഗ് കവാടത്തിലേക്കാണ്. അവർ ചെന്നെത്തിയത് ബെസ്റ്റ് ബസാർ എന്നൊരു തുണിക്കടയിലേക്കാണ്. എല്ലാ റെഡിമെയ്ഡ് വസ്ത്രങ്ങളും അവിടെ ലഭിക്കും. ബെസ്റ്റ് ബസാറിന്റെ 2 ഭാഗത്തും ധാരാളം ഷോപ്പിംഗ് സെന്ററുകൾ കാണാം. അവിടെ ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല. സാധാരണ ലോകോത്തര ബ്രാൻഡുകളുടെ ഡ്യൂപ്ലിക്കേറ്റ് നമുക്കിവിടെ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുന്നതാണ്. ബാഗുകളും വസ്ത്രങ്ങളും ജ്വല്ലറീസും കണ്ണാടികളും എന്നുവേണ്ട പെട്ടികളും എന്നുവേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ബസാറിൽ നിന്ന് ലഭിക്കും. ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ് ഈ പ്രദേശം.
റോഡിന്റെ ഒരു ഭാഗത്ത് വൈഫൈ കേന്ദ്രങ്ങളുണ്ട്. അതിന് ചുറ്റും ആളുകൾ ഇരുന്ന് ഫോണിൽ കൂടെ നോക്കുന്നത് കാണാൻ സാധിക്കും. അന്താലിയുടെ പല ഭാഗത്തും ഇങ്ങനത്തെ ഫ്രീ വൈഫൈ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ടർക്കിയിലെ വളരെ പ്രസിദ്ധമായ സിമിറ്റ് എന്നറിയപ്പെടുന്ന പോപ്പുലർ സ്ട്രീറ്റ് ഫുഡാണ്. ധാരാളം ആളുകൾ ഉന്തുവണ്ടിയിലും മറ്റും ഇത് കൊണ്ടു നടന്ന് റോഡിലൂടെ വിൽക്കുന്നത് കാണുവാൻ സാധിക്കും. വളരെ വൃത്തിയായ ഹരിതാപം നിറഞ്ഞ നഗരം. നടന്നു നീങ്ങിയപ്പോൾ അങ്ങകലെ ബോംബെ മസാല എന്നൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വളരെ അപൂർവമാണ് അന്താലിയയിൽ. ഇതിനടുത്താണ് ഹഡ്രിയാൻ ഗേറ്റ് എന്നറിയപ്പെടുന്ന പുരാതനമായ ഒരു ഗേറ്റ് ഉള്ളത്. റോമൻ ചക്രവർത്തിയായിരുന്ന ഹഡ്രിയാൻ ഈ സ്ഥലം വിസിറ്റ് ചെയ്തതിന് സ്മാരകമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഹഡ്രിയാൻ ഗേറ്റ്. എല്ലാ ദിവസവും ധാരാളം ആളുകൾ ഇവിടെ എത്തി ഫോട്ടോയെല്ലാം എടുത്ത് മടങ്ങുന്നു. ഹഡ്രിയാൻ ഗേറ്റിന്റെ സമീപത്ത് ധാരാളം ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും കാണാൻ സാധിക്കും. റോഡെല്ലാം വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നു. എവിടെ നോക്കിയാലും വളരെ ഉയർന്നു നിൽക്കുന്ന മരങ്ങളും പച്ചപ്പുമാണ് കാണാൻ സാധിക്കുക. റോഡിലൂടെ നടന്നു നീങ്ങിയപ്പോൾ ഒരു മുൾച്ചെടി പൂത്ത് വളരെ മനോഹരമായ പുഷ്പങ്ങൾ ആയി നിൽക്കുന്നത് കണ്ടു. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയാൽ നമ്മൾ ആദ്യം ചെന്നു ചേർന്ന റോമൻ തുറമുഖത്തിന്റെ മറ്റൊരു ഭാഗത്താണ് എത്തുക. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കടലിലൂടെ പോകുന്ന കപ്പലുകൾ കാണാൻ സാധിക്കും. അന്താലിയയുടെ ഓൾഡ് ടൗൺ അല്ലെങ്കിൽ പുരാതന നഗരമായ കലൈസിയുടെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കണ്ടത്.